സുഹൃത്തുക്കളെ, നമ്മുടെ ലോകം പരിപാടിയിലേക്ക് ഞാൻ വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മൾ പരിചിന്തന വിഷയം, എല്ലാവരുടെയും പരിചിന്തന വിഷയമാണ് നമ്മുടെ യുവജന പലായനമാണ്. പിള്ളേരും ഇവിടെ ഇല്ലല്ലോ, എല്ലാം പോവല്ലേ. പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ജർമ്മൻ ആ വഴിക്കങ്ങ് പോയേക്കുക. അത് പൊതുപ്രതിഭാസമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഈയിടെ ഒരു വല്യമ്മച്ചിയുടെ മൃതസംസ്കാരത്തിൽ പങ്കെടുക്കുന്നതിനിടയായി. നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബം, പ്രശസ്തമായ കുടുംബം. വല്യപ്പച്ചൻ മരിച്ചിട്ട് 2-3 വർഷമായി. മക്കളൊക്കെ പാശ്ചാത്യ നാടുകളിലാണ്. വല്യമ്മച്ചി രോഗിയായിട്ട് കിടന്നു. മക്കൾ വന്നു, പരിചരിച്ചു, മരിച്ചു, അടക്കി. 5 ദിവസം അവരവിടെ നീണ്ടു. അത്യാവശ്യ കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് എല്ലാവരും സ്ഥലം വിട്ടു. വല്യമ്മച്ചി താമസിച്ചിരുന്നത് ഒരു 3 നില കെട്ടിടത്തിൽ. ഏക്കർ കണക്കിന് ഭൂമി, റബ്ബർ തോട്ടം, ധാരാളം കെട്ടിടങ്ങൾ വാടകയ്ക്ക്. ഇതൊക്കെ ഇട്ടിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒറ്റപുത്രൻ മാത്രമേ ഉള്ളൂ. അവൻ നേരെ പോയി. അവൻ്റെ മക്കൾ അവിടെ സെറ്റിൽഡായി. അവനും ഭാര്യയും അവിടെ ഒരു സിറ്റിസൺഷിപ്പായി. ഇനി ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് ഒരു കുടുംബത്തിൻ്റെ മാത്രം സ്ഥിതിവിശേഷമല്ല. ഇത് പൊതുവിൽ പ്രത്യേകിച്ച് സുറിയാനി ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നേരിട്ട് ബാധിച്ചിരിക്കുന്ന വലിയ ഒരു പ്രശ്നമാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇത് പൊതുവിൽ ബാധിച്ചപ്പോൾ നമ്മുടെ കോളേജുകളിൽ ആളില്ല. പ്രശസ്തമായ കോളേജുകളിലെ പിള്ളേരില്ലെന്നും. SP കോളേജിലൊക്കെ പെൺകുട്ടികളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് കാരണം അറിയില്ലേ. അപ്പോൾ അസംഷൻ കോളേജ് കോളേജ് ആൺകുട്ടികളെ എടുക്കാൻ തുടങ്ങി. ആളില്ല. കാരണം പ്ലസ് 2 കഴിഞ്ഞാൽ പോയേക്കാണ്. ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇനി പോകരുതെന്ന് പറയാമോ? പോകരുതെന്ന് പറയാനും പറ്റില്ല. കാരണം ഇവിടെ നിന്നുകൊണ്ട് തന്നെ പ്രയോജനം. ഈ പോയ ആളിനെ കുറിച്ച് ഈ പറഞ്ഞ വല്യമ്മച്ചിയുടെ മകൻ അന്നത്തെ കാലത്ത് 5-6 എഞ്ചിനീയറിംഗ് കോളേജ് മാത്രം ഉണ്ടായ കാലത്ത് റാങ്കിൽ എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണ്. അദ്ദേഹത്തിന് സഹപാഠി ഒരു നിയമസഭാ സമാജികനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതേ ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇന്ന് ചീഫ് എഞ്ചിനീയർ പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്യുമായിരുന്നു. രാജ്യത്തിന് നന്മ ചെയ്യാമായിരുന്ന ബ്രെയിൻ അത് വല്ലവരും കൊണ്ടുപോയി. ഇത് 1-2 വല്ലതും ആണോ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഭാവി എങ്ങനെ ബാധിക്കുന്നു നമ്മളായിട്ട് ചിന്തിക്കേണ്ട സംഗതി. ഭാവി എങ്ങനെ വായിക്കും? നഷ്ടം ഈ കുടുംബത്തിന് മാത്രമൊന്നുമില്ല, സമൂഹങ്ങൾക്ക് പൊതുവെ വലിയ നഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മക്കൾ അവർ തമ്മിലുള്ള ബന്ധവും, അതായത് ഒരേ കുടുംബത്തിൽപ്പെട്ട ആണുങ്ങൾ അവർ പോയി പല സ്ഥലങ്ങളിലായി, അവർക്ക് മക്കളുണ്ടായി. അവർക്ക് മക്കൾ കസിൻസും സെക്കൻഡ് കസിൻസും ഫോർത്ത് കസിൻസും ഒക്കെയാണെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു കുടുംബമായിട്ട് നിന്നിരുന്നവർ അവർ തമ്മിൽ പരസ്പരം അതെങ്ങനെയാണ് ഭാഷ, അവരുടെ പരസ്പരം വ്യത്യസ്ത ഭാഷകളാണ്. തീർന്നില്ലേ? കുടുംബത്തിൻ്റെ അവസ്ഥ തീർന്നില്ലേ? ഒരുമാതിരി അന്യവൽക്കരണം എന്നല്ലേ. അന്ന് അകത്ത് വിദേശത്തേക്ക് പോയാൽ പരദേശയാണെന്ന് ചെയ്യുന്നത്. പരദേശയൊന്നുമല്ല. പലയോർത്തി ആണുങ്ങളപ്പോൾ നടക്കണമെങ്കിൽ അവനവൻ്റെ നാട്ടിൽ തന്നെ വേണം. അങ്ങനെയുള്ള ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആത്മാഭിമാനത്തോടെ കഴിയണമെങ്കിൽ അവനവൻ്റെ നാട്ടിൽ തന്നെ വേണം. പുറത്ത് പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ, മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വേറെ, അവിടെ ചെന്ന് എതിലേ പോയാലും ശരി, പിന്നെ തൊലിയുടെ പശ്ചാത്തലത്തിൽ നീ സെക്കൻഡ് റൈറ്റ് സിറ്റിസൺ ആയിരിക്കും എന്നൊരു സംശയവുമില്ല. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് തൊഴിലാണെങ്കിലോ ഒരു തൊഴിൽ മാത്രമേ ഉള്ളൂ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ ഉള്ളത്. അതെന്താ? നേഴ്സിംഗ്. പുരോഗമിക്കുന്നതനുസരിച്ച് മറ്റേ രോഗം കൂടുന്നതനുസരിച്ച് ആതുര ശുശ്രൂഷയുടെ പ്രസക്തി കൂടും. അപ്പോൾ നേഴ്സിംഗ് ജോലിക്ക് ഒരിടത്തും ഒരു കുറവും വരില്ല, ഒരു പഞ്ഞവും വരുന്നില്ല, ജോലി കിട്ടുകയും ചെയ്യും. പക്ഷേ അവളുടെ കൂടെ പോകുന്ന പുരുഷനോ അവൻ്റെ മാന്യതയ്ക്ക് അനുസൃതമായ ജോലി സ്വപ്നം കാണേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ എന്നാ സംഭവിക്കുന്ന പലപ്പോഴും ഇങ്ങനെ വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർ ഭർത്താക്കന്മാർ ശമ്പളമില്ലാതെ വരികയും ഒരുവിധത്തെ അപകർഷത ബോധത്തിലൂടെ കഴിയുകയും ചെയ്യുന്ന സാഹചര്യം ഇന്ന് ഈ നാടുകളിലുണ്ട്. ഇല്ലെന്ന് പറയണ്ട. അത് വളരെ കൃത്യമായിട്ട് ഈ കുടുംബ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കരുത് ഇവിടെ അങ്ങ് പോയാലെല്ലാം പ്രദേശാനൊക്കെ ഒന്നുമില്ല. പക്ഷേ പുറം രാജ്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ വ്യത്യസ്തമായി അനോണിമിറ്റി, പരസ്പരം അറിയുന്നില്ല. പക്ഷേ 10 പ്രമാണങ്ങൾക്ക് കടലിനക്കരയും കടലിനിക്കരയൊക്കെ ഒരേ പ്രസക്തി തന്നെ. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ ദുരന്തമാണ്, അതിന് സംശയമില്ല. അയർലൻഡിലെ ഒരിക്കൽ ഞാൻ സന്ദർശനം നടത്തിയപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ UK യിലായിരുന്നപ്പോൾ എൻ്റെ സുഹൃത്ത് ശിഷ്യനായിരുന്നു അച്ഛൻ വികാരിയായിരുന്നത്. അച്ഛൻ അവിടെ വരെ വരണം,
വന്നിട്ട് പോവാം, ടിക്കറ്റിന് അയച്ചു തരാം, 2 ദിവസം ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞ് പോയി. ഈവനിങ്ങിൽ കുർബാനയ്ക്കൊക്കെ ചൊല്ലി കുർബാനയുടെ അവസരത്തിന് വന്ന് സഹായിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ 2 പേരും വലിയ പ്രായമുള്ളവരും നല്ല കപ്പട മീശക്കാരെ. അപ്പോൾ ചിരി വന്നു. ഇതെന്തൊരു കളിയാണ്. അപ്പോൾ അവർ തന്നെ അച്ഛനെന്താ ചിരിക്കുന്നത്? അല്ല, നിങ്ങൾ നാട്ടിലാണെങ്കിലേ എവിടെയെങ്കിലും വളരെ മണ്ഡലത്തിലോ വല്ല മരത്തച്ചാറിയൊക്കെ നിൽക്കുകയായിരിക്കും പതിവ്. ഇവിടെ ഇപ്പം വളരെ അടുത്ത് വന്ന് കുർബാനയ്ക്ക് കൂടാൻ നിൽക്കുന്ന കണ്ടോ, സന്തോഷം കൊണ്ടാണ്. അച്ഛാ അങ്ങോട്ട് കടന്നു വരുമ്പോൾ കാണിച്ചാൽ ഇവൻ്റെ 2 മക്കൾ ഇപ്പറയുണ്ട്, എൻ്റെ മക്കൾ അപ്പുറയുണ്ട്. അതുങ്ങളെയും കൊണ്ട് വല്ല ആഫ്രിക്കൻസും പോകുമെന്നുള്ള പേടി കൊണ്ടാണ് ഞങ്ങളെ ഇപ്പോൾ ഈ സാഹസത്തിന് മുതിരുന്നത്. ഞങ്ങൾ മാതൃക കാണിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് അവരുടെ മക്കളൊക്കെ ബോധ്യമാണ്, മക്കൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സാഹചര്യം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ കുടുംബത്തെ പറ്റിയുള്ള ഈ കുർബാനയൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ വിചാരിച്ചൊരു അനൗൺസ്മെൻറ്റ് എന്നോട് പറയാതെയാണ്. നിങ്ങളെല്ലാവരും ഇരിക്കാം, നിങ്ങളെ വിചാരിച്ച നിങ്ങളോട് വന്നിരിക്കുന്ന അച്ഛൻ എൻ്റെ പ്രൊഫസറാണ്, എൻ്റെ ഗുരുവാണ്, സംസാരിക്കും. അപ്പം ഞാൻ ചെവി ചോദിച്ചു, എന്താ വിഷയം പറയേണ്ടേ? അച്ഛൻ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞോളാൻ പറയും. അപ്പോൾ എത്ര മിനിറ്റാണ്? ഇവിടുത്തെ പോലെ 15 30 എത്ര മിനിറ്റാണ്? ആ അച്ഛനിട്ടുള്ള എടുത്തോളാൻ പറയും. പക്ഷെ പറഞ്ഞ് തീരുമ്പോൾ അവർ വിട്ടില്ല. 2.5 മണിക്കൂർ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ എണീറ്റ് പോകുന്നില്ല. കാരണം ഇത് കേൾക്കാനുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഉടനെ അച്ഛൻ അടുത്ത അനൗൺസ്മെൻറ്റ്, കുടുംബ പ്രശ്നങ്ങളുള്ളവർക്ക് അച്ഛൻ ഇന്ന മുറിയിൽ കാണുമെന്ന് കാണാമെന്ന് പറയും. എൻ്റെ ദൈവമേ, ഞാൻ വിചാരിക്കാത്തതാണ്. ചെന്നിരുന്നപ്പോൾ ഉണ്ടല്ലോ, ഒന്നിന് പുറകെ ഒന്നായി. മൂല്യപരിശീലനം നാട്ടിൽ നിന്ന് കൊടുക്കാതെ പറഞ്ഞു വിട്ട് കഴിയുമ്പോഴല്ലോ പിള്ളേരങ്ങ് അന്താളിച്ച് പോകുന്ന വഴികെ അത് തെറ്റിച്ചെന്ന് ചാടുന്നതിന് അതിർത്തിയൊന്നുമില്ല. ഭയങ്കര പ്രശ്നങ്ങൾ, ചോദിക്കാനും പറഞ്ഞാൽ ആരുമില്ല. അപ്പോൾ എന്ത് ധാരണയാണ് അവിടെ നിന്ന് കൊടുത്തു വിടുന്നത്? അടിസ്ഥാനപരമായ വിശ്വാസ പരിശീലനവും ധാർമ്മികതയും ഈ 10 കൽപ്പനയെക്കുറിച്ചുള്ള ബോധ്യം അവൻ്റെ ജീവിത വിജയത്തിന് അനിവാര്യമാണെന്നുള്ള കാര്യം വീട്ടിൽ നിന്ന് കിട്ടാതെ പോകുന്നിടത്തൊക്കെ പരാജയങ്ങൾ വന്ന് ഭവിക്കുന്നത്. ഒരിടത്ത് ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരാൾ വിവാഹം കഴിച്ചത് ഗൾഫിൽ ജോലിയുള്ള ഒരു പെൺകുട്ടി. അവൾ ഗൾഫിലാണ്. അപ്പോൾ ഇവനങ്ങ് യൂറോപ്പിന് പോകണം. അപ്പോൾ അതിനുവേണ്ടി അവൻ്റെ ട്രെയിനിങ് IELTS പോലെ കാര്യം പഠിക്കാനും പരിശീലിക്കാനും നമ്മൾ കാശ് അയച്ചു കൊടുത്തു. അവസാനം യൂറോപ്പിന് പോകാനുള്ള പണം അയച്ചു കൊടുത്തു. എല്ലാം അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അടുപ്പത്തിൽ വന്നുകൊണ്ട് അടുത്തയാളിനൊരു വിവാഹം മോചനം അക്കത്ത് നിൽക്കുന്ന പെൺകുട്ടിയായിട്ട് പരിചയപ്പെട്ട് ഒരു കൊച്ചു വരെയുള്ളതാണ്. അവളോടങ്ങ് അടുത്തു. ഈ പറയുന്ന പെൺകുട്ടിയോട് ബന്ധം തീർന്നു. ആലോചിച്ച് നോക്കിയേ, യാതൊരു എളുപ്പമില്ലാതെ. എന്നിട്ട് അവളമ്മയെ കുറ്റവും കണ്ടുപിടിച്ച് ആരാ ഇവനെ പഠിപ്പിച്ച് ഇവനെ പറഞ്ഞയച്ച് ഇതൊക്കെ തമ്പുരാൻ ചോദിക്കുകയില്ലേ? മനസാക്ഷി എന്ന് പറയുമൊന്നും വേണ്ടേ? അതൊരു സംഭവം. വേറൊരു സംഭവം, ഇതിങ്ങനെ അത് ചെയ്തതാണോ? വേറൊന്നും പെണ്ണ് ഇവിടെ ഭംഗിയായ രീതിയിൽ കല്യാണം നടത്തി. കാണ്ടാജയിലുള്ള ചെറുക്കനും അവൻ അവിടെ ഇരിക്കുന്നു. ചെന്ന് കഴിഞ്ഞ ഉടനെ ഭാര്യയെ കൊണ്ടുപോകാൻ നടപടിയെടുത്തു. നടപടിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെടണമല്ലോ. PR സഹിതം കിട്ടി. കഷ്ടപ്പെട്ട് അവൻ കാത്തിരിക്കുക. അവസാനം ചെന്നു, എയർപോർട്ടിൽ ഇറങ്ങി. അവൻ കാത്തിരിക്കുക. പ്രിയ സഹധർമ്മിനിയെ കല്യാണം കഴിക്കപ്പോൾ നാട്ടിൽ കൂട്ടിക്കൊണ്ട് പോകാൻ വന്ന് നിൽക്കുക. അവൾ ഇറങ്ങിയിട്ട് ഇവൻ്റെ മുഖത്തോട്ട് നോക്കാതെ ഏറെ കാത്തിരുന്ന് വേറെ ആളുടെ കൂടെ അങ്ങ് പോയി. വിശ്വസിക്കുമോ നിങ്ങളിതൊക്കെ? ഇതൊക്കെ വിശ്വസിക്കുമോ? ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാ? ഈ വേറൊരെണ്ണം ഇത് സംഭവിച്ച കാര്യങ്ങളെ പറഞ്ഞു വരുന്നത്. നമ്മൾ ഈ പർദീസ എന്ന് വിചാരിക്കരുതെന്ന് പറയാനാ. നേരെ ചൊവ്വേ പോകുന്നവരുണ്ട്, നല്ല കാര്യം തന്നെ. അവർ ട്രെയിൻ എടുത്ത് കഷ്ടപ്പെട്ട് ദേവാലയത്തിനും ബന്ധപ്പെട്ട് ഭംഗിയായി പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോകുന്ന നല്ല കുടുംബങ്ങളുണ്ട്. വേറൊരിടത്ത് വലിയ കാര്യമായിട്ട് പോയി, UK എന്നാ സംഭവിക്കുന്ന ഭംഗിയായിട്ട് പോയി. അപ്പോൾ ഉണ്ടായ കുട്ടിക്ക് വികലാംഗത്വമുണ്ട്. അപ്പോൾ എന്നാ ചിന്തിച്ചാൽ ഇത് വലിയ ബോറടിയാണ്, ഇതിനെ വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം. അതിനെന്താ? കടൽ തീരത്തൂടെ യാത്ര. എന്തിനാ? ഈ കുട്ടിയെയും കാര്യങ്ങളെ തട്ടിയിട്ടിട്ട് അത് നാച്ചുറലായിട്ട് അപകടമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. പോരെ ചിന്താഗതി? അയാൾ പെട്ടുപോയി. കാരണം ഇവിടെ ആരോ അറിഞ്ഞ് പെട്ടെന്ന് ഇവനെ ഈ പോക്കിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് ആരോ തടയിട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്ന കാര്യം ഈ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതായത് ഭയപ്പെടുത്താൻ പറയല്ല. ഇവിടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൻ്റെ ദൃഢമായ പരിശീലനം കൊടുത്ത് ദൈവത്തിലുള്ള ബന്ധം അത് അയവില്ലാത്ത രീതി അരക്കിട്ടുറപ്പിച്ച് പോകുന്ന മക്കൾ മച്ചൂറായി ചെല്ലുന്നിടത്ത് ഒക്കെ അവർ
പ്രകാശം ചൊരിച്ച് മറ്റുള്ളവർക്ക് ഉപകാരിയായിട്ട് അല്ലാത്തതൊക്കെ ഈ രീതിയിൽ വന്ന് പരിണമിക്കാൻ ഇടയുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വയോജനത്തിൻ്റെ ആ ഭയങ്കരമായ എന്തൊരൊഴുക്കാണ്, ആ ഒഴുക്കിന് ഒരു കൈയും കണക്കുമില്ല. കണക്ക് എൻ്റെ കയ്യിലുണ്ട്, പറയുന്നില്ലെന്നുള്ളൂ. ഓരോ വർഷം എത്ര പേര് പോയി എന്നുള്ളത് വളരെ കൃത്യമായി ലക്ഷക്കണക്കിനാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ആൾക്കാർ മാതാപിതാക്കൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. രക്ഷപ്പെട്ടു എന്ന വാക്ക് മാത്രം ഉപയോഗിക്കാതിരുന്നാൽ മതി. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത് കർത്താവിലായിരിക്കണം, അത് പ്രാർത്ഥനയിലായിരിക്കണം, ആ വിധത്തിലായിരിക്കും. ഇവിടെ വന്ന് കുറേ പണം കൊണ്ടുവന്ന് കുറേ ഷോ കാണിച്ച് പോകുന്നു എന്ന് വിചാരിച്ചാൽ ഉള്ളുകള്ളി അങ്ങനെയൊന്നും ആയിരിക്കണമെന്ന് ഇല്ലെന്നുള്ള കാര്യം ഓർക്കുകയും അതേസമയം തന്നെ അടുത്ത തലമുറയിലെങ്കിലും സ്വന്തം നാട്ടിൽ മാതൃരാജ്യത്ത് അവിടെ മാത്രമേ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നടക്കാനും ജീവിക്കാനും പറ്റുകയുള്ളൂ എന്നും അവിടെ ജീവിക്കാനുള്ള വഴി അവിടെ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള വഴികൾ സ്വയം തിരഞ്ഞ് കണ്ടെത്തണമെന്നും അതിന് തക്കതായ സപ്പോർട്ട് സർക്കാരിൽ നിന്നുണ്ടാകണമെന്നും കാര്യം പ്രത്യേകം അനുസ്മരിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ പൊതുവേ നമ്മെ എല്ലാവരെയും ബാധിക്കുന്ന വലിയ പ്രശ്നമാണ് ഈ പോകുന്നവരെ കുറ്റപ്പെടുത്തണം. കാരണം ഇവിടെ നിന്നിട്ട് ചെയ്യാനാ, ഇവിടെ നിന്ന് എന്നെ രക്ഷപ്പെടാനാ, ഇവിടെ ഏതെങ്കിലും ജോലി കിട്ടുമോ? പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാലും പോയി എത്ര രൂപ ശമ്പളം? 10,000 രൂപ, 15,000 രൂപ. എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സായ ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ മാറ്റം വരുത്താൻ ശ്രമിക്കുക എന്നുള്ളതിന് തെരഞ്ഞെടുപ്പ് വരെയല്ലേ എന്താ മുമ്പോട്ട് വെക്കുന്ന പ്രമേയം? വെറുതെ മറ്റുള്ളവരെ കുറ്റം പറയുന്നില്ല. എന്ത് പ്രമേയം മുമ്പോട്ട് വെക്കുന്ന ഈ തലമുറയുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്ത് പ്രോജക്റ്റാണ് ഇവർക്കുള്ളത്? എന്ത് തരത്തിലുള്ള പ്രോജക്റ്റാണ് ഉള്ളത്? ഇവിടെ എന്താ രണ്ട് കൂട്ടരും പ്രതിപക്ഷവും ഭരണപക്ഷവും ഇരിക്കുന്നവർ പരസ്പരം ചെലി വാരി എറിയുക, നാടകങ്ങൾ നടത്തുക, നാടുകളുടെ വികാരങ്ങളൊക്കെ തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ നാടകം, അവിടെ ചതവ് പറ്റി, ഇവിടെ പരിക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ മനുഷ്യരെ മലയാളിയെ പറ്റിക്കാനായിട്ട് എളുപ്പമാണ്. ഇത്രയും നാളും കണ്ടതല്ലേ. ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഇതുപോലെ യുവജന പലായനത്തിന് ഞങ്ങൾ അറുതി വരുത്തുന്ന രീതിയിൽ ഇന്ന പ്രോജക്റ്റുകൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകുന്ന ആ പ്രമേയങ്ങൾ, അതനുസരിച്ച് പ്രത്യയശാസ്ത്രങ്ങൾ, അതേപോലെ തിരഞ്ഞെടുപ്പിന് ആവശ്യമായുള്ള വാഗ്ദാനങ്ങൾ രൂപീകരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിള്ളേരിവിടെ നിൽക്കും, അല്ലെങ്കിൽ നിൽക്കില്ല. ഏതെങ്കിലും തരത്തിൽ നിൽക്കാൻ പറ്റുമോ? എന്ത് തുടങ്ങിയാലും അവിടെ സമരം കൊണ്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമില്ല. എത്ര പേരങ്ങനെ ആത്മഹത്യ ചെയ്തു, കെട്ടപ്പെട്ട് പണമുണ്ടാക്കി ഇവിടെ നിന്ന് ഒരു ചെറിയൊരു വ്യവസായം തുടങ്ങാൻ വേണ്ടി ചെന്നിട്ട് അവന് ഒരു തരത്തിലും ഈ പറയുന്ന റെഡ് ടേപ്പസിൻ്റെ പേരിൽ ഒരു തരത്തിലും അനുവാദമെല്ലാം കിട്ടാനുള്ള സാഹചര്യം നിവൃത്തിയില്ലാണ്ട് വന്നിട്ട് അവസാനം ആത്മഹത്യയുടെ കേസിൽ എത്രയുണ്ടായി. സമാപിപ്പിക്കുക. അതുകൊണ്ട് ചിന്തിക്കുക, കുറച്ചുകൂടി ഗൗരവമായിട്ട് ചിന്തിക്കുക. നമ്മുടെ അടുത്ത തലമുറ ഇവിടെ കാണുമോ ഇല്ലയോ? കേരളം അന്യദേശക്കാരനായി മാറുമോ? താങ്ക് യു വെരി മച്ച്.